നിലമ്പൂരിൽ പ്രചാരണം പൊടിപൊടിക്കുകയാണ്. അവസാന ലാപ്പിലെ പ്രചരണത്തിലാണ് മുന്നണികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിനായി രംഗത്തെത്തി. UDF-നെ പിന്തുണയ്ക്കാനുള്ള വെൽഫെയർ പാർട്ടി തീരുമാനത്തിൽ മുഖ്യമന്ത്രി ലീഗിനെ രൂക്ഷമായി വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ നിന്ന് നേരത്തെ പാണക്കാട് തങ്ങൾ വിട്ടുനിന്നത് എന്തുകൊണ്ടെന്ന് ഇപ്പോഴത്തെ ലീഗ് നേതാക്കൾ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ജയിച്ചാൽ സ്വരാജിനെ മന്ത്രിയാക്കുമെന്ന് പരോക്ഷ സൂചനയും മുഖ്യമന്ത്രി നൽകി. എം സ്വരാജിന്റെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനും LDF ഇല്ലെന്നും അത്തരമൊരു പിന്തുണയും വേണ്ടെന്നും പറഞ്ഞ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ രൂക്ഷമായി വിമർശിച്ചു. നിൽക്കക്കള്ളിയില്ലാതെ വിജയിക്കാൻ ഏതു കൂട്ടുകെട്ടിനും തയ്യാറാകുന്ന അവസ്ഥയിലാണ് UDF. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുനടക്കുന്ന ലീഗ് നേതൃത്വം നേരത്തെ പാണക്കാട് തങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നതെന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. എന്നാ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരുന്നു പോകാതിരുന്നത്? ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൂടുതൽ. 9 വർഷക്കാലത്തെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി ജയിച്ചു വന്നാൽ എം സ്വരാജിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന പരോക്ഷ സൂചനയും നൽകി. സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കുക. ഏത് സ്ഥാനവും വഹിക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. എം സ്വരാജിന്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത് മുഖ്യമന്ത്രി 2 ദിവസം കൂടി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യും. അമൃത ന്യൂസ്, മലപ്പുറം.